നമസ്കാരം. കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. മൂന്നാം തവണയും താൻ മുഖ്യമന്ത്രിയാവുമെന്ന ആത്മവിശ്വാസത്തിലാണ് പിണറായി വിജയൻ. മൂന്നാം തവണയും കേരളത്തിൽ ഇടതുമുന്നണി ഭരിക്കുമെന്ന ആത്മവിശ്വാസം CPM-ന്റെ പല നേതാക്കളും പ്രകടിപ്പിച്ചു കഴിഞ്ഞു. CPM നേതാക്കൾ മാത്രമല്ല, ഇന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പലതവണ ഇത് ആവർത്തിക്കുകയും ചെയ്തു. അടുത്ത തവണ ഭരണം CPM-ന് തന്നെയായിരിക്കും. മൂന്നാം തവണയും കേരളത്തിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്തുകൊണ്ടാണ് ഇവർക്കെല്ലാം ഇത്രയ്ക്ക് ആത്മവിശ്വാസം? UDF-ന്റെ ഭാഷ്യം മുഖവിലക്കെടുക്കുകയാണെങ്കിൽ കേരളത്തിൽ വലിയ ആന്റി ഇൻകംബൻസി സർക്കാർ വിരുദ്ധ തരംഗമുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അടക്കം കണ്ടത് അങ്ങനെയാണ്, ഉപതെരഞ്ഞെടുപ്പിലും അതാണ് കണ്ടത്. പക്ഷെ എന്തുകൊണ്ടാണ് ഇപ്പോഴും CPM-ന് ഇത്ര ആത്മവിശ്വാസം തങ്ങൾ മൂന്നാം തവണയും അധികാരത്തിൽ വരുമെന്നത്? ആ ആത്മവിശ്വാസം ചുറ്റിപ്പറ്റി നിൽക്കുന്നത് BJP-യുടെ ഒരു തന്ത്രത്തിലാണ്. കേരളത്തിൽ UDF സർക്കാർ അധികാരത്തിൽ വരാൻ BJP ആഗ്രഹിക്കുന്നില്ല, അല്ലെങ്കിൽ BJP-യുടെ കേന്ദ്ര നേതൃത്വം ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് അവർ മെനഞ്ഞ ഒരു തന്ത്രം കേരളത്തിൽ 30 സീറ്റുകളിൽ UDF-നെ പരാജയപ്പെടുത്തുക എന്നതാണ്. ഈ 30 സീറ്റ് എന്ന് പറയുന്നത് BJP-ക്ക് വലിയ വോട്ട് ഷെയർ ഇല്ലാത്ത സീറ്റുകളാണ്. BJP-ക്ക് 10,000-നും 20,000-നും ഇടയ്ക്ക് വോട്ടുകളുള്ള മണ്ഡലങ്ങൾ നിരവധിയുണ്ട്. അതിൽ 30 മണ്ഡലങ്ങളിൽ UDF-നെ പരാജയപ്പെടുത്തുക. കാരണം BJP രണ്ടാം സ്ഥാനത്തെത്തിയ 8 മണ്ഡലങ്ങളും BJP-ക്ക് 30,000-ൽ കൂടുതൽ വോട്ട് കിട്ടിയ 22ഓളം മണ്ഡലങ്ങളുമുണ്ട്. ആ മണ്ഡലങ്ങളെല്ലാം BJP അവരുടെ ശക്തി ഉപയോഗിച്ച് അവർക്ക് കിട്ടാവുന്ന വോട്ടുകൾ സമാഹരിക്കും, അവിടെ വിജയിക്കാൻ ശ്രമിക്കും. എന്നാൽ BJP-ക്ക് യാതൊരു വിജയപ്രതീക്ഷയും ഇല്ലാത്ത മണ്ഡലങ്ങളുണ്ട്. അത്തരം 30 മണ്ഡലങ്ങൾ സെലക്ട് ചെയ്ത് അവിടെ ഇടതുമുന്നണിയെ വിജയിപ്പിക്കുക എന്ന തന്ത്രമാണ് BJP ഇപ്പോൾ ആവിഷ്കരിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ നിർണായകമായ 30 മണ്ഡലങ്ങളിൽ, ആ 30 മണ്ഡലങ്ങൾ UDF-ഉം LDF-ഉം കോൺഗ്രസും CPM-ഉം നേരിട്ട് ഏറ്റുമുട്ടുന്ന മണ്ഡലങ്ങളാണ്. CPM കോൺഗ്രസും നേരിട്ട് ഏറ്റുമുട്ടുന്ന മണ്ഡലങ്ങളിൽ കോൺഗ്രസിനെ പരാജയപ്പെടുത്തുക എന്നതാണ് BJP-യുടെ തന്ത്രം. അങ്ങനെ വരുമ്പോൾ വീണ്ടും പിണറായി സർക്കാർ അധികാരത്തിൽ വരും. യഥാർത്ഥത്തിൽ പിണറായി വിജയൻ മുതൽ വെള്ളാപ്പള്ളി നടേശൻ വരെയുള്ളവർ ഉറ്റുനോക്കുന്നത് BJP-യുടെ ഈ തന്ത്രത്തെയാണ്. CPM-ഉം കോൺഗ്രസും തമ്മിൽ നേരിട്ട് മത്സരം വരുന്ന, BJP-ക്ക് വലിയ വോട്ട് ഷെയർ ഇല്ലാത്ത, വലിയ വോട്ട് ബാങ്ക് ഇല്ലാത്ത, അവർക്ക് യാതൊരു വിജയപ്രതീക്ഷയും ഇല്ലാത്ത മണ്ഡലങ്ങളിൽ കോൺഗ്രസിനെ അല്ലെങ്കിൽ UDF-നെ തോൽപ്പിക്കുക, അതിനായി ഇടത് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുക എന്നുള്ള തന്ത്രമാണ് BJP സ്വീകരിക്കുക എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. കാരണം കേരളത്തിൽ വീണ്ടും UDF സർക്കാർ അധികാരത്തിൽ വരിക എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ കോൺഗ്രസ് സർക്കാർ അധികാരത്തിൽ വരിക എന്നാൽ ദക്ഷിണേന്ത്യയിൽ ഒരു സംസ്ഥാനം കൂടി കോൺഗ്രസിന് ലഭിക്കുക എന്നാണ്. ഇപ്പോൾ കർണാടക ദക്ഷിണേന്ത്യയിൽ BJP-ക്കുണ്ട്. തമിഴ്നാട്ടിൽ DMK സർക്കാർ ഇന്ത്യ മുന്നണിയിലാണ്. ഇവിടെ കേരളത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഒരു സർക്കാർ കൂടി അധികാരത്തിലെത്തിയാൽ ദക്ഷിണേന്ത്യയിൽ അത് BJP-ക്ക് വലിയ ഒരു രാഷ്ട്രീയ തിരിച്ചടിയായിരിക്കും. ആ തിരിച്ചടി ഉണ്ടാകരുതെന്ന് BJP കേന്ദ്ര നേതൃത്വത്തിന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് 30ഓളം സീറ്റുകളിൽ, BJP-ക്ക് യാതൊരു പ്രതീക്ഷയും ഇല്ലാത്ത 30ഓളം സീറ്റുകളിൽ ഇടതുമുന്നണിയെ ജയിപ്പിക്കുക എന്ന തന്ത്രത്തിനാണ് ഇപ്പോൾ BJP ഊന്നൽ നൽകുന്നത്. അങ്ങനെ വരുമ്പോൾ UDF മൂന്നാം തവണയും പ്രതിപക്ഷത്തിരിക്കും. ഈ ആത്മവിശ്വാസമാണ്, അല്ലെങ്കിൽ ഈ തന്ത്രത്തെ ചുറ്റിപ്പറ്റിയുള്ള ആത്മവിശ്വാസമാണ് പിണറായി വിജയൻ മുതൽ വെള്ളാപ്പള്ളി നടേശൻ വരെയുള്ളവർ എടുത്തു കാണിക്കുന്നത്. അല്ലെങ്കിൽ ആ ആത്മവിശ്വാസത്തിലാണ് ഇവരുടെ പ്രതീക്ഷ മുഴുവൻ. ഏതായാലും BJP ഒരു കാര്യം തീരുമാനിച്ചുറപ്പിച്ചാൽ അവരത് നടത്തിയിരിക്കും. കാരണം 2021 40ഓളം മണ്ഡലങ്ങളിൽ ഇടതുമുന്നണിയെ പിന്തുണച്ച് അവരെ വിജയിപ്പിക്കാനുള്ള നീക്കം BJP നടത്തിയിരുന്നു. അതുകൊണ്ട് കൂടിയാണ് രണ്ടാം തവണ പിണറായി സർക്കാർ അധികാരത്തിലെത്തിയത്. മൂന്നാം തവണയും അത്തരത്തിലുള്ള നീക്കം BJP നടത്തുമെന്നുള്ള കാര്യം CPM-ന് ഉറപ്പാണ്. അത്തരത്തിലുള്ള ചില ഉറപ്പുകൾ, അത്തരത്തിലുള്ള ചില നീക്കങ്ങൾ BJP-യുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ടെന്നുള്ളതും CPM-ന് നന്നായി അറിയാം.